ഇവിടെ പണ്ഡിതന്മാർ ഷിയാക്കളും ജൂതന്മാരും തമ്മിലൊരു താരതമ്യം പറഞ്ഞിട്ടുണ്ട്. ഔജുഹു അശ്ശബഹ് ബൈനൽ യഹൂദി വറവാഫിദ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് അൽ യഹൂദു ഗലത് ഫി ഹുബ്ബി ഉസൈർ. ജൂതന്മാര് ഉസൈർ അദ്ദേഹം നബിയാണെന്നും അല്ല എന്നും അഭിപ്രായമുണ്ട്. ആ ഉസൈർ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ അവർ പരിധി വിട്ടു. അങ്ങനെ ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ റാഫിദികളോ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും എന്താണ് അവരുടെ കാര്യത്തിൽ അതിരു കഴിഞ്ഞുപോയി. അലി എന്താണ് ഇലാഹാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതുപോലുള്ള ഒരുപാട് വാദങ്ങൾ അലിന്റെയും രണ്ടു മക്കളുടെ കാര്യത്തിൽ അവർക്കുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാര് ഖദിത്തഹമു സയ്യിദത മറിയം, ജൂതന്മാര് സയ്യിദത്തായ മറിയമിനെ, വിശുദ്ധയായ മറിയമിനെ വ്യഭിചാരം ആരോപിക്കുന്നു. എന്നാൽ ഷിയാക്കൾ ആരെയാണ് വ്യഭിചാരം ആരോപിക്കുന്നത്? അത്താഹിറത്തുൽ മുത്തഹറ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരം ആരോപിക്കുന്നു. ഒരേ തരത്തിൽ നോക്കിയാൽ നിങ്ങൾ. അതുപോലെ അൽ യഹൂദു ആമനത് ബഅദ അൽ കുതുബ് വകഫറത് ബിബഅദ് അൽ കുതുബ് വകഫറത് ബിബഅദ്. ജൂതന്മാര് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ അല്പം മാത്രം അവർക്ക് പറ്റാവുന്നത് മാത്രം അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. ബാക്കിയെല്ലാം അവർ നിഷേധിച്ചു. അതുപോലെയാണ് റാഫിദുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൽയഹൂദ് ഹർറഫു കുതുബഹു വമലഊഹ ബിലാ ബാത്തിൽ. ജൂതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രമക്കേടുകൾ കാണിച്ചു, ധാരാളം ബാത്തിലുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്തു. റാഫിദുകളും അതുപോലെ തന്നെ എന്താണ് ഖുർആൻ ദുർവ്യാഖ്യാനിക്കാൻ പരിശ്രമിച്ചു. മാത്രമല്ല ജൂതന്മാര് അവരെ സംബന്ധിച്ച് പറയുന്നത് യറൗന അൻഫുസഹും ശഅബല്ലാഹിൽ മുഖ്താർ, അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട എന്താണ് ജനവിഭാഗമാണ് തങ്ങളെന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. റാഫിദുകൾ അവരെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ്? അൽ മുതഹറൂൻ, പരിശുദ്ധന്മാരായ ആളുകൾ എന്നാണ്. ബാക്കിയുള്ള ആളുകളെ അഞ്ചാസുകൾ, അർജാസുകൾ, നജസ്സുകൾ എന്നാണ് വിശേഷിപ്പിക്കാറ്. നമ്മളെ പോലുള്ള മുസ്ലിമീങ്ങളെ ഷിയകൾ പറയാറുള്ളത് എന്താണ്? നജസ്സുകൾ എന്നും അതുപോലെ തന്നെ ആമ്മത്ത് എന്നും ബഖ്രിയൂൻ എന്നും എല്ലാമാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ യൽബിസു ഹാഖാമതു അൽ യഹൂദ് അൽ ഖലൻസുവത അസ്സൗദാ വസ്സാദാത്ത് അർ-റാഫിദ യർതദിൽ ഇമാം അസ്സൗദാ. ജൂത പണ്ഡിതന്മാര് കറുത്ത തൊപ്പിയാണ് ധരിക്കുക. എന്നാൽ ഷിഈ പണ്ഡിതന്മാരോ കറുത്ത തലപ്പാവാണ് ധരിക്കുക. ഇനിയും ധാരാളം സാദൃശ്യങ്ങൾ ജൂതന്മാരും ഷിഈകളും തമ്മിലുണ്ട്. അതുപോലെ തന്നെ അന്നൽ യഹൂദ് യഅതഖിദൂന അന്നഹും ഹുമുൽ വാസിത ബൈന അന്നാസി വറബ്ബിഹിം. ജൂതന്മാരെ വിശ്വസിക്കുന്നത് തങ്ങളാണ് ജനങ്ങൾക്കും അള്ളാഹുവും തമ്മിൽ, അവരുടെ ജനങ്ങൾക്കും അള്ളാഹുവിനും ഇടയിലുള്ള ഇടനിലക്കാർ തങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല അവര് അള്ളാഹു പാപമോചനം നൽകിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും ആര്? ജൂതന്മാര്. അതുപോലെ തന്നെയാണ് ഷിഈകൾ, അവർ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അൽ യഹൂദ് ലാ യറൗന അൽ ഹുക്മ ഇല്ലാ ഫി ആലി ദാവൂദ്. ജൂതന്മാര് ദാവൂദിന്റെ വംശപരമ്പരയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അധികാരം അവകാശപ്പെട്ടവരായിട്ട് കാണുന്നുള്ളൂ. എന്നാൽ ഷിഈകളോ ലാ യറൗനൽ ഇമാമത ഇല്ലാ ഫി ആലി ഹുസൈൻ. ഷിഈകള് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽ വന്ന ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ? അധികാരമുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല അൽ യഹൂദ് ഖറജ മിൻഹും 12 നഖീബ. 12 നഖീബുകൾ ആർക്കുണ്ടായിരുന്നു? ജൂതന്മാർക്കുണ്ടായിരുന്നത്. എന്നാൽ ഷിയാക്കൾക്ക് 12 ഇമാമുമാരാണുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിനെ തുടങ്ങി മഹ്ദി വരെ 12 ഇമാമുകൾ. ഈ ലോകത്തിന്റെ എല്ലാ നിയന്ത്രണവും എല്ലാം അവരുടെ കൈകളിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അൽ യഹൂദ് യൻതദിറൂന ഖുറൂജൽ മസീഹ് ദജ്ജാൽ. ജൂതന്മാര് കാത്തിരിക്കുന്നത് തങ്ങളുടെ രക്ഷകരാണെന്ന് അവർ വിശ്വസിക്കുന്ന മസീഹ് ദജ്ജാൽ വരുന്നതിനെയാണ്.
എന്നാൽ ഷിയകൾ കാത്തിരിക്കുന്നത് അവർ പറയുന്ന മഹ്ദി. ഒരുപക്ഷെ ദജ്ജാലായിരിക്കും, പക്ഷേ മഹ്ദി എന്ന പേരിൽ അവർ വിളിക്കുകയാണ്. ആ മഹ്ദി വരുന്നതാണ് അവർ കാത്തിരിക്കുന്നത്. അങ്ങനെ അവർക്ക് വലിയ വിജയം ഉണ്ടാകുമെന്നും ജനങ്ങളെല്ലാം അവരുടെ ചൊൽപ്പടിയിൽ കീഴിൽ വരുമെന്നെല്ലാം അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മാനസിക അവസ്ഥയാണ് ജൂതന്മാരെയും അവർ നിർമ്മിച്ച പ്രസ്ഥാനമായിട്ടുള്ള ഷിയാക്കൾ. നമുക്കറിയാം, ജൂതന്മാരെ പടച്ചുണ്ടാക്കിയ ആരാണ്? അല്ലെങ്കിൽ ഷിയകളെ പടച്ചുണ്ടാക്കി ജൂതന്മാരാണ്. ആദ്യത്തെ അതിന് നേതാവ് ആരാണ്? അബ്ദുള്ള ബിൻ സബ അൽ യഹൂദിയാണ്. യമനിലുള്ള സബ ഏതാ ഗോത്രത്തിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു ജൂതനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്.